ഇന്ന് നമുക്കൊരു ഗ്രീൻ ചിക്കൻ 65 ഉണ്ടാക്കാം കേട്ടോ. ഇത് വിജയ് സേതുപതിയുടെ ഒരു റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, അതിന് പകരം ഞാനൊരു കഥ പറയാം. ഒരു വ്യാപാരി തൻ്റെ ഒട്ടകമായിട്ട് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒട്ടകത്തിന് വയ്യാണ്ടാവും. അങ്ങനെ ഇരിക്കെ വ്യാപാരി ആ ഒട്ടകത്തിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ആ ഒട്ടകം എങ്ങനെയൊക്കെയോ കുറച്ച് ദിവസത്തിന് ശേഷം ഹീലായി, അതായത് രോഗമുക്തി പ്രാപിച്ചു. ആ കാട്ടിലെ രാജാവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഒരു കുറുക്കനും ഒരു കാക്കയും. ഇവർ രണ്ടുപേരും ഈ ഒട്ടകത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് എത്തി. കൂട്ടത്തിൽ സിംഹം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ മൂന്നുപേരും ഒട്ടകത്തിൻ്റെ ഈ കഥകൾ കേട്ടിട്ട് ഇവരുടെ കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ നാലുപേരും നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഇരിക്കെ സിംഹരാജാവ് ഒരു ആനയുമായിട്ട് മൽപ്പിടുത്തം നടത്തി. അങ്ങനെ മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ സിംഹരാജാവിന് പരിക്കുപറ്റി. അതായത് പിന്നെ സിംഹരാജാവിന് ഇര തേടി പോകാനൊന്നും കഴിയാതെ, ആൾക്കാരെ ഒന്നും ആക്രമിക്കാൻ പറ്റാതെ, ഭക്ഷണമൊന്നും ഇല്ലാതെ ഗുഹയിൽ തന്നെ ഇരിപ്പായി. വിശന്ന് വലഞ്ഞ സിംഹരാജാവ് ഈ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 3 പേരും പോയി എനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊണ്ടുവരണമെന്ന്. അങ്ങനെ കുറുക്കൻ ഒരു വഴിയും, കാക്ക വേറൊരു വഴിയും, ഒട്ടകം വേറൊരു വഴിയും പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം ഇവർ 3 പേരും തിരിച്ചെത്തിയപ്പോൾ ആരുടെ കയ്യിലും ഒന്നുമില്ല. പക്ഷേ കാക്കയുടെ കയ്യിലൊരു ചെറിയ പഴമുണ്ടായിരുന്നു. അത് വല്ലതും മതിയാവോ നമ്മുടെ സിംഹച്ചാർക്ക്? പറ്റൂലെന്നേ. അങ്ങനെ കാക്ക പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഭക്ഷിച്ചോളൂ. അത് കേട്ട് കുറുക്കൻ, കാക്ക വളരെ ചെറുതല്ലേ, അതിനെ ഭക്ഷിച്ചാൽ അങ്ങേക്ക് ഒന്നും ആവൂല, വിശപ്പ് മാറുകയില്ല, എന്നെ ഭക്ഷിച്ചോളൂ എന്ന് കുറുക്കനും. അത് കേട്ടിട്ടോ ഒട്ടകം പറഞ്ഞു, ഞാനല്ലേ അവസാനം വന്നേ, എന്നെ കഴിച്ചാൽ അങ്ങേക്ക് നല്ലതുപോലെ തൃപ്തിയാവുമെന്ന്. അത് പറഞ്ഞ് കേൾക്കേണ്ട താമസം സിംഹവും കുറുക്കനും ചാടി ഒട്ടകത്തിൻ്റെ മേലെ. അങ്ങനെ ഒട്ടകത്തിനെ കൊന്ന് ഇവർ രണ്ടുപേരും കഴിച്ചു. നമ്മൾ എത്ര സൗഹൃദം കാണിച്ചാലും ഈ ക്രൂക്കൺ മൈൻഡുള്ള ആൾക്കാരില്ലേ, കൗശലക്കാർ, അവർ തക്ക സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ മാത്രമേ അവർ പരിശ്രമിക്കുകയുള്ളൂ. സൗഹൃദമൊക്കെ ആ വഴിക്ക് അവർ വിടും. നിന്ന നിപ്പിൽ കാലുമാറാന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ മനുഷ്യ സഹജമാണെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നല്ലൊരു കൊട്ട എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓരോരോ കാര്യങ്ങളും കൊണ്ടല്ലേ പഠിക്കൂ.